മോണിറ്റൈസേഷൻ കിട്ടി ഓക്കെ ആയി ഫണ്ടൊക്കെ വരുന്ന ഒരു ചാനലാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് നമ്മുടെ ഡോളറിൻ്റെ യെല്ലോ സിമ്പൽ കിട്ടുന്നുണ്ട്. യെല്ലോ സിമ്പൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫണ്ടൊന്നും തന്നെ കിട്ടില്ല. അപ്പോൾ ഗ്രീൻ സിമ്പൽ പോയി യെല്ലോ സിമ്പൽ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇൻഫോർമേറ്റീവ് അല്ലാത്ത വീഡിയോസ്, വെറുതെ ചപ്പ് ചവറ് പോലുള്ള വീഡിയോസ് ജനങ്ങളിലോട്ട് ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ വെല്ലുവിളിക്കുന്ന തരത്തിലോ അങ്ങനെയൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നൈസായിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു പണിഷ്മെൻറ്റ് യൂട്യൂബ് തരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ഡോളറിൻ്റെ ആ ഒരു ചിഹ്നത്തിൻ്റെ സ്ഥലത്ത് യെല്ലോ വന്നു കഴിഞ്ഞാൽ പണിയാണ്. 36ഓളം വീഡിയോസിന് ഇതുപോലെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്നും എന്താവില്ല, ഇനി ആ വീഡിയോ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട നിങ്ങളുടെ ആ ഒരു അധ്വാനത്തിന് ഫലം ഇല്ലാണ്ടാവും. അപ്പം വീഡിയോസ് ചെയ്യുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല കാര്യങ്ങളോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ വെല്ലുവിളി ഇവിടെ വെല്ലുവിളി അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബ് അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ യെല്ലോ സിമ്പിളിൽ പെടുത്തും. അപ്പം ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് ആ ഒരു കാര്യം. അപ്പോൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കോമഡിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്